എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം, അതായത് ചിങ്ങം 2024 മുതൽ 25 വരെയുള്ള ഒരു വർഷക്കാലത്തെ സമയം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഉള്ളത് നോക്കാവുന്നതാണ്. നമുക്ക് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം, അതായത് ചിങ്ങം 2024 മുതൽ 25 വരെയുള്ള ഒരു വർഷക്കാലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Determination, be candid, perseverance, understanding, protection, belongings, determination. ആദ്യം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ഥിരത, ഒരു അടിസ്ഥാനം, ഇതുവരെ പല കാര്യത്തിനും ഒരു അടിസ്ഥാനം ഇല്ലാതിരുന്നു, എങ്ങനെയൊക്കെയോ എവിടേക്കോ പോയി എന്നുള്ള ഒരു ചിന്തയിൽ അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു സ്ഥിരതയില്ലാത്ത ഒരു അന്തരീക്ഷമാണ് ഉള്ളതെങ്കിൽ ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടാകുന്ന, ഒരു അടിത്തറ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ വരുന്ന ഒരു വർഷക്കാലം. ആദ്യം തന്നെ പറയട്ടെ, വിദ്യാഭ്യാസപരമായിട്ട്, അതായത് വിദ്യാഭ്യാസ കുറവ് കൊണ്ടിട്ട് നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങൾ മുന്നിട്ട് നിൽക്കുന്നില്ല എങ്കിലും മറ്റു കാര്യങ്ങളിലുള്ള നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇനിയും ജീവിതത്തിൽ മുന്നേറാൻ പറ്റും. കാരണം ഇവിടെ നെഗറ്റീവ് എനർജിയാണ്. പലപ്പോഴും ഓരോരുത്തരും ചിന്തിക്കുന്ന അവരുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങളിലാണ് കൂടുതൽ അവരുടെ ശ്രദ്ധ. അപ്പൊ അതില്ലാത്തതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ്, എക്സ്ക്യൂസ് ആണ് ഇവിടെ. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതുവഴി എങ്ങനെ മുന്നേറാമെന്ന് നോക്കുക. നിങ്ങൾക്കുള്ള കഴിവുകൾ, ചിലപ്പോൾ ബിസിനസ്സിൽ നല്ല കഴിവുണ്ടാവും, ചെറിയ രീതിയിൽ വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. ആ രീതിയിൽ ബിസിനസ്സിൽ മുന്നേറാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ എന്താണ്, ആ കഴിവുകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എപ്പോൾ പ്രയോജനപ്പെടുത്താം. മാർക്കറ്റിംഗ് വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ മാർക്കറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് പറയുന്ന നല്ല രീതിയിൽ മുന്നേറാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകൾ മാർക്കറ്റ് ചെയ്ത് അതിലൂടെ ബിസിനസ്സായിട്ട് മുന്നോട്ടേക്ക് പോകാം. ഏത് രീതിയിലുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ ഏത് സാഹചര്യത്തിലും പറ്റുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന. ആ ഒരു എനർജി വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് ചിന്തിക്കുക. ആ ഒരു രീതിയിൽ ചിന്തിക്കുക. ജീവിതത്തിന്റെ ഒരു അടിത്തറ, ഒരു സ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു വർഷം വളരെ നല്ലതാണ്. അത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സെയിൽസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ സെയിൽസിന്റെ ഷോറൂമിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടയിലൊക്കെ നിൽക്കുകയാണ്, ആളുകളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പിക്കുന്ന തരത്തിലുള്ള ജോലി നിങ്ങൾക്ക്, നിങ്ങൾ ഒരു കടയിൽ നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്വന്തമായിട്ടുള്ള കട, നിങ്ങൾക്ക് എന്തെങ്കിലും വസ്ത്രവ്യാപാര വിതരണ രംഗത്തോ അല്ലെങ്കിൽ കാറിന്റെ സെയിൽസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് വളരെയധികം വാക്ചാതുര്യം, ആളുകളെ പറഞ്ഞ് ഫലിപ്പിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനൊരു കഴിവുണ്ട്. ആ ഒരു കഴിവ് ഉപയോഗിച്ചിട്ട് ജോലിയിൽ മികച്ചതാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കഴിവുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അത് മാർക്കറ്റിംഗിൽ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വാക്ചാതുര്യം എന്ന് പറയുന്നത് എല്ലായിടത്തും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. എവിടെ എങ്ങനെ എപ്പോൾ സംസാരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു. കാരണം പലയിടങ്ങളിലും ഒരു വ്യക്തി ചിലപ്പോൾ വളരെ ദേഷ്യപ്പെട്ടിട്ടായിരിക്കും ഒരു കാര്യം സംസാരിക്കുന്നത്, മറ്റൊരു വ്യക്തി ചിലപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഒരാൾ എങ്ങനെ സംസാരിക്കുന്നു ആ വ്യക്തിയെ അതിനനുസരിച്ചിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്. ഇപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നു, ഇപ്പൊ ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോട് ആ രീതിയിലായിരിക്കും സംസാരിക്കുക. പക്ഷെ ഒരു കൊച്ചുകുട്ടിയോട് ചിലപ്പോൾ സംസാരിക്കുന്ന ആ രീതിയിലായിരിക്കില്ല, സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഓരോരുത്തരുടെ അടുത്തും ഏത് രീതിയിൽ എങ്ങനെ സംസാരിച്ച് നിങ്ങളുടെ കാര്യം നേടിയെടുക്കാം എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു വർഷം നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ബിസിനസ് ഒക്കെ പിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്കൊരു പ്രത്യേക ക്ഷാമുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ പല സാഹചര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾ വലിയ വലിയ ചോദ്യങ്ങളൊന്നും കൂടാതെ തന്നെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് ആ ഒരു പ്രത്യേക ഒരു കഴിവ് ഇവിടെ കാണിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തിൽ. അപ്പോൾ
ഈ വർഷം നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്താം. ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു വർഷമാണ്. ഇപ്പോൾ ചീവറൻസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയാം എല്ലാം ഒറ്റയടിക്ക് പെട്ടെന്ന് കയ്യിലേക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. ചില കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമ്പോൾ അത് വിട്ട് കളയാതിരിക്കുക. ഡോണ്ട് ഗീവ് അപ്പ്. എല്ലാം നമ്മളുടെ കൺട്രോളിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ളതാണല്ലോ നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് ഇപ്പോൾ പലരും പലതും ചോദിക്കാറുണ്ട്, പലതും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. കാരണം നമ്മളുടെ കയ്യിൽ ഓരോ മനുഷ്യന്റെയും ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് അവർക്ക് ജീവിക്കാം, അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അവർ ഓരോ രീതിയിലും ചിന്തിക്കാനും അതിനനുസരിച്ചിട്ട് ജീവിതത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഒരു പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ തന്നെ മാറിപ്പോകും. അപ്പോൾ നമ്മൾ പല ആളുകളും ചില സിറ്റുവേഷനിൽ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനുഷ്യരായിട്ട് ചിന്തിക്കുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഇഷ്ടങ്ങൾ എല്ലായ്പ്പോഴും നടന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ കൺട്രോളിലല്ല കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് അതോടൊപ്പം ചിന്തിക്കേണ്ട കാര്യമാണ് എല്ലാ കാര്യങ്ങളും തടസ്സങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാവില്ല. നിങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനെ തടസ്സം വന്നാൽ അതിനെ എങ്ങനെ അതിജീവിക്കാം, എന്തൊക്കെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കൺട്രോളിലല്ലെങ്കിലും ആ തടസ്സത്തെ അതിജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കുക. അത് അതിജീവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കണ്ടിന്യൂസ്ലി പ്രയത്നിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ തരുന്നത്. കൺട്രോളിൽ അല്ല എങ്കിൽ കൂടിയും വിട്ടുകളയാതെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുക. ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും കാഴ്ചപ്പാട്, പല ആളുകളും പല രീതിയിൽ ചിന്തിക്കുന്നവർ, നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ ആയിരിക്കില്ല മറ്റൊരാളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, വേറൊരാൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ആ വ്യക്തിയുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് രണ്ടുപേർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരു കോംപ്രമൈസ്, രണ്ടുപേർക്കും കൂടി പറ്റുന്ന തരത്തിലേക്ക് ഒരു കോംപ്രമൈസിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു വർഷത്തിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ കുടുംബത്തിലെ വലിയ വഴക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടാവുന്നില്ല. കുടുംബ അന്തരീക്ഷത്തിൽ പൊതുവെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സൂചിപ്പിക്കുന്നത്. കുടുംബത്തിൽ മാത്രമല്ല, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും പൊതുവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ആ വഴക്കും പ്രശ്നമൊന്നും ഇല്ലാതെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ജോലി സാഹചര്യത്തിലാണെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയുകയാണെങ്കിൽ ചില സാഹചര്യങ്ങൾ ഈ ഒരു വർഷക്കാലം ഉണ്ടാകുന്നുണ്ട്. ആ സിറ്റുവേഷൻസിൽ നിങ്ങൾ പെട്ടുപോയി എന്നൊക്കെ തോന്നുന്ന ഇടങ്ങളിൽ ആ ഒരു ദൈവത്തിന്റെ കൈകൾ രക്ഷപ്പെടുത്തുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അപകട സാധ്യതകളുള്ള ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ പലപ്പോഴും നിങ്ങൾ പോകേണ്ടി വരുന്ന സിറ്റുവേഷനിൽ അവിടെ നിന്ന് ഏതോ കാരണം കൊണ്ട് നിങ്ങൾ അവിടെ പോകാതിരിക്കുകയും അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷപ്പെടുന്ന സാഹചര്യങ്ങൾ, അത്ഭുതകരമായിട്ടുള്ള പല ജീവിതത്തിൽ വളരെയധികം ഭാഗ്യം, അത്ഭുതം എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പിന്നെ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ ഉള്ള ആളുകളാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ പ്രായമായിട്ടുള്ളവരാണ് എങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക്, അവരുടെ ഹെൽത്ത് ചെക്കപ്പ്, അതായത് അവരുടെ അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ലൈറ്റായിട്ട് എടുക്കാതിരിക്കുക. ഡോക്ടറെ അടുത്ത് പോവേണ്ടുന്ന സിറ്റുവേഷനിൽ, കാരണം ചികിത്സ വേണ്ടുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പോൾ നേരത്തെ ഡോക്ടറെ അടുത്ത് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷനാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ നെക്സ്റ്റ് ബിലോങ്ങിങ്സ് ആണ്. പലരും വിദേശത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് പോകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ വിദേശത്ത് പോയിട്ട് സെറ്റിൽ ആവാനുള്ള ഒരു സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത്, ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, അത് ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ വിദേശത്ത് പോയിട്ട് പഠിച്ചിട്ട് മുന്നോട്ടേക്ക് വരുന്ന ഈ ഒരു വർഷക്കാലം വിദേശത്ത് പോയി പഠിക്കുകയോ ജോലി ചെയ്യുകയോ അങ്ങനെ ജീവിതത്തിനൊരു സ്ഥിരത, എവിടെയെങ്കിലും ഒന്ന് പുറത്തു പോയിട്ട് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ പുറത്തു പോയിട്ട് സെറ്റിൽ ആവുന്ന ഒരു സാഹചര്യം ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയിട്ട് മറ്റിടങ്ങളിൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം, സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയിട്ട് സുഹൃത്തുക്കൾ വളരെയധികം നിങ്ങൾക്ക് സഹായം
മായിട്ട് മുന്നോട്ടേക്ക് വരുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.